എൻ്റെ പേര് അഖിൽ. ഓപ്പറേഷത്തിനായി 6 ലക്ഷം രൂപ ചിലവാണ്. എല്ലാവരും ഒന്ന് സഹായിക്കണം പ്ലീസ്. എല്ലാവരും ഒന്ന് സഹായിക്കണം പ്ലീസ്. നല്ല വിഷം കഴിച്ച് മരിക്കണം. ഇതുപോലെ കഷ്ടപ്പെടുന്ന കാണാനാണ് ഇവനെ രക്ഷിച്ചെന്ന് ഓർക്കുമ്പോ അന്നേ വല്ലതും കൊടുത്ത് കൊന്നാ മതിയായിരുന്നെന്ന് തോന്നുന്നു. ഇഞ്ചിഞ്ചായിട്ട് ചാവുന്ന. നമസ്കാരം, എന്റെ പേര് പ്രതിഭ. നിങ്ങൾക്കറിയാം, കുറച്ച് ദിവസം കൊണ്ട് ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാന് മാറിയും തിരിഞ്ഞും ഞാനും വീഡിയോ ഇട്ടു, എന്റെ മകൻ വീഡിയോ ഇട്ടു. അതില് കുറെ പേര് ഞങ്ങളെ സഹായിച്ചു. 6 ലക്ഷം രൂപയാണ് ഓപ്പറേഷത്തിന്റെ ആവശ്യമായിട്ടുള്ള എമൗണ്ട്. എന്നാൽ എനിക്ക് അത്ര എമൗണ്ട് കിട്ടിയില്ല. എന്റെ കുഞ്ഞിന് വേണ്ടി 1,75,000 രൂപ വന്നു. അത്രേ വന്നിട്ടുള്ളൂ. ഇനി 4,25,000 രൂപയും കൂടെ വേണം, എങ്കിൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്യാനൊക്കൂ. ജനുവരി 10-ാം തീയതിക്കുള്ളിൽ നടക്കേണ്ടിയിരുന്ന ഓപ്പറേഷൻ ആയിരുന്നു. അതായത് 2023 ജനുവരി 10-ാം തീയതിക്കുള്ളിൽ നടക്കേണ്ട ഓപ്പറേഷൻ നടന്നില്ല. ഇത്രയും ദിവസം താമസിച്ചു. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ എന്റെ കുഞ്ഞിന്റെ തലച്ചോറ് ചുരുക്കം വന്നു തുടങ്ങി. അതില് ബ്ലഡ് കട്ടി പിടിക്കാൻ തുടങ്ങി. എന്നാൽ അതിലിരുന്ന് വേദന കാരണം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് എന്റെ കുഞ്ഞ് കരയുകയും വേദനിക്കുന്നു ചിറ്റമ്മ, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ കഴിയുന്ന രീതിയിൽ കടവും ഇടവും വാങ്ങി എന്റെ മേക്കാതെ വരെ കൊടുത്തു, വിറ്റ് എന്റെ കുഞ്ഞിന് ഞാൻ മരുന്ന് മേടിച്ചു. എന്നെ എന്റെ വീഡിയോ ഇഷ്ടം പോലെ പേര് കണ്ടു. എന്നാ മനസാക്ഷിയുള്ള വ്യക്തികൾ എന്നെ സഹായിച്ചു. പക്ഷേ അതിന് വേണ്ടുന്ന എമൗണ്ട് ഒന്നും ഓപ്പറേഷത്തിന് വേണ്ടുന്ന എമൗണ്ട് ആയിട്ടില്ല. ഡേറ്റ് കഴിഞ്ഞു. ഇത്രത്തോളം ആയപ്പോ അവന്റെ തലയിൽ ബ്ലഡ് കട്ടുപിടിക്കുന്നുണ്ട്. വേദന സഹിക്കാണ്ട് പൊളയുന്ന കുഞ്ഞിന് ഗുളിക മേടിച്ചു കൊടുത്ത്, പെയിൻ കില്ലർ മേടിച്ചു കൊടുത്ത്, ഡോക്ടർ പറഞ്ഞ് മരുന്ന് മേടിച്ചു കൊടുത്ത് കുഞ്ഞിനെ കിടത്തി ഉറക്കുന്ന ഒരവസ്ഥയിലാണ് ഞാനിപ്പോ ഉള്ളത്. ഇനി 2 ദിവസം കൂടെ ഉള്ളു ഓപ്പറേഷത്തിന്റെ ഡേറ്റിന്. പോയാൽ ഓപ്പറേഷൻ ചെയ്യാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇനി ഞാൻ ആരോടും ചോദിക്കില്ല. ഇനി ആരോടും ചോദിക്കുന്നില്ല. തന്നവർക്കൊക്കെ നന്ദി. ഇനി തുച്ഛകാലം എന്റെ മോന് ഉണ്ടെങ്കിൽ അവൻ എന്നോടൊപ്പം സന്തോഷമായിട്ടിരിക്കട്ടെ. നിങ്ങൾ തന്ന കാശ് കൊണ്ട് അവന് വേദന എടുക്കാതിരിക്കാൻ, ആ ഒരു ദിവസം തള്ളി നീക്കാൻ വേണ്ടിയുള്ള എമൗണ്ട് ഉണ്ട്. ഇനി അതാണ് എന്റെ പ്രാർത്ഥന. അവൻ കഷ്ടപ്പെടരുത് ഭഗവാന്. ഉള്ളത് വരേക്കും ഞാന് നോക്കും. ഓപ്പറേഷൻ ചെയ്യാൻ നിവൃത്തിയില്ലാത്തോണ്ട് ഇനി ഓപ്പറേഷൻ ചെയ്യുന്നില്ല. കാരണം ഇതിൽ നിന്ന് എനിക്കൊരു മനസ്സിലായ ഒരു കാര്യം, തെണ്ടി കൊത്തുവാള എടുത്തു നടക്കുന്ന പാവപ്പെട്ടവന്മാര് ഇതുപോലെ അവസ്ഥയിലായ ഒരിക്കലും ജീവിക്കരുത്. നല്ല വിഷം കഴിച്ച് മരിക്കണം. ഇതുപോലെ കഷ്ടപ്പെടുന്ന കാണാനാണ് ഇവനെ രക്ഷിച്ചെന്ന് ഓർക്കുമ്പോ അന്നേ വല്ലതും കൊടുത്ത് കൊന്നാ മതിയായിരുന്നെന്ന് തോന്നുന്നു. ഇഞ്ചിഞ്ചായിട്ട് ചാവുന്നതിനേക്കാളും ഒറ്റയടിക്ക് തീർന്നു കിട്ടിയാല്. ബ്ലഡ് കട്ടി പിടിക്കുന്ന കാരണത്താൽ വേദന ഉണ്ടാവുമെന്ന് പറഞ്ഞു 3 നേരമേ മരുന്ന് കൊടുക്കാനൊക്കെ. ഈ മരുന്നിന്റെ എഫക്ട് തീരുമ്പോ പൊളയുന്ന കാണുമ്പോ ഇനി എന്താ കൊടുക്കണ്ടെന്ന് അറിയത്തില്ല. വിഷം കൊടുത്ത് കൊന്നാലോ എന്ന് വരെ ആലോചിക്കും.
കൊല്ലാനും ചാവാനും പേടിയായിട്ടാ. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ആരുമില്ലാത്ത ഞങ്ങള് ഒരമ്മ 2 മക്കളെയും നോക്കി ഇത്രയും കാലം ഞാൻ കല്യാണം കഴിക്കാതെ നിന്നിട്ട് 1 വർഷമായാലും ഞാൻ കല്യാണം കഴിച്ച ഒരു പൊടി വാവേണ്ട എന്റെ കയ്യിൽ. എങ്ങനെ കല ചേർക്കുമെന്ന് എനിക്കറിയുന്നില്ല. അച്ഛനും അമ്മയില്ലാത്ത മോനെ അവനെങ്ങനെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെന്ന് കരുതിയ ഞാൻ ഈ വീഡിയോ ഇട്ടത്. പക്ഷെ ഒരു കള്ളത്തരം കാണിച്ച് എന്തെങ്കിലും ചെയ്തൊരു വീഡിയോ ഇട്ടിരുന്നെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങള് കോടിക്കണക്കിന് രൂപ തന്നേനെ. ഓരോരുത്തരും ഓപ്പറേഷത്തിന്റെ ആവശ്യവും കഴിഞ്ഞ് എമൗണ്ട് ഇട്ടെന്ന് പറയുന്നു അവർക്ക് വേണ്ടി. പക്ഷെ എനിക്ക് എന്റെ മോന്റെ ഓപ്പറേഷത്തിന് ആവശ്യമായിട്ടുള്ള തുക കിട്ടിയിരുന്നെങ്കിൽ വേണ്ടില്ലായിരുന്നു. അതുപോലുമില്ല. ഇനി ഞാൻ അപേക്ഷിച്ചതിന്, നിങ്ങളുടെ അടുത്ത് കാശ് ചോദിച്ചതിന് ഒക്കെയും ക്ഷമ ചോദിക്കുന്നു. വേദന കാരണം വയ്യ ചിറ്റെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കിടക്കുക. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എല്ലാരോടും മാപ്പ്. ഒരു മനുഷ്യനെ അപേക്ഷിക്കാൻ ഒരു പരിധിയുണ്ട്. എന്റെ അമ്മ എന്ന് പറഞ്ഞതാ. എന്താന്നറിയാവോ, ഒരു ബക്കറ്റും എടുത്ത് എന്റെ ഈ മോനെയും കൊണ്ടുവച്ച് റോഡിലിരുന്ന് പിച്ച എടുത്താലോ എന്ന്. വേണ്ട, ഇനി അതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇരിക്കുന്നിടത്തോളം ഞങ്ങളോടൊപ്പം ഇരിക്കട്ടെ. ഇനിയും തല ചുരുങ്ങിയ 6 ലക്ഷം 6 കോടി രൂപ ഉണ്ടായിരുന്നാലും, എത്ര കോടി 100 കോടി ഉണ്ടായിരുന്നാലും കുഞ്ഞിനെ രക്ഷിക്കാനൊക്കില്ല. ഒക്കില്ല. അവനെ രക്ഷിച്ചെടുക്കാൻ പറ്റില്ല. ഈ കഷ്ടപ്പാട് അവന് മാറിക്കിട്ടാൻ വേണ്ടിയാ ഞാന് നിങ്ങളുടെ അടുത്ത് കൈ എഴുതി പിച്ച കേട്ട. സോറി, ഇനി ആരും അയക്കണ്ട. ദിവസം കഴിഞ്ഞു. ഇനി 12-ാം തീയതി ഉണ്ട്. ഇനി എന്ത് നേടാന്? 6 ദിവസമുണ്ട് ഇനി. അവനിഷ്ടമുള്ള ആഹാരങ്ങൾ മേടിച്ചു കൊടുത്ത് പറ്റുന്നത് അയച്ചു തന്നവർ കുറച്ചുപേര് അയച്ചു തന്നതിൽ ആ കാശ് വെച്ച് അവന് ഇഷ്ടമുള്ള ആഹാരം മേടിച്ചു കൊടുത്ത് നല്ല രീതിയിൽ നോക്കും ഞാൻ. അയച്ചു തന്നവർക്കൊക്കെ നന്ദി, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ കുടുംബം എല്ലാം നന്നായിരിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിപ്പുള്ള കാലം വരേക്കും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ആരാണെന്നൊന്നും എനിക്കറിയില്ല. എങ്കിൽ പോലും ഏത് മണ്ണിൽ ജീവിച്ചിരുന്നാലും നല്ല രീതിയിൽ ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നന്നായിരിക്കട്ടെ. എന്റെ കുഞ്ഞിന് വന്ന ഈ ഗതി ആർക്കും വരാതിരിക്കട്ടെ. ഞാൻ ആരോടും ഒന്നും പറയില്ല. കാരണം ഗർഭിണിയായിരുന്ന സമയത്ത് നിറവയറോടുകൂടി എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കയ്യെന്തിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പം നോക്കാതിരിക്കുമ്പോഴും അറിയാതിശയം എനിക്ക് തോന്നുന്നില്ല. ഈ ലോകം ഇങ്ങനെ കള്ളത്തരത്തില് കാശ് വയ്ക്കുന്നവരെ പറ്റിക്കാൻ ആഗ്രഹിക്കുന്നവര് മാത്രം കയ്യെന്തുന്നു. ഈ ഭൂമിയിൽ പിറക്കണ്ടായിരുന്നു.
എല്ലാവർക്കും നന്ദി. ശരി.